പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും എന്റെ കുടുംബവും വന്നു നിൽക്കുന്നത് നമ്മുടെ സ്വന്തം എടപ്പാളിലുള്ള ഫോറം സെന്ററിലാണ്. ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഫോറം സെന്ററിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഫൺ ഫോറം ഗെയിം സെന്ററിലേക്കാണ്. ഇനി നമുക്ക് ഈ ഗെയിം സെന്ററിലെ വിശേഷങ്ങളുമായി 2ാം നിലയിൽ കാണാം. ഫൺ ഫോറം പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളിവിടെ എത്തി നിൽക്കുകയാണ്. ഫോറം സെന്ററിലെ 2ാം നിലയിലുള്ള ഫൺ ഫോറമിന്റെ ഗെയിം സെന്റർ. വെച്ച് ഇങ്ങനെ കളിക്കുക. വീണില്ലേ? തോറ്റില്ലേ? അടി അടി അടി. നീ 90s സിനിമ കണ്ടില്ല എന്ന് പറയുന്നിട്ടാ. അപ്പൊ നമ്മളിപ്പോ വന്നുള്ളത് 90 സിനിമ കാണാൻ. ഇപ്പൊ ഞാൻ തനിച്ചാണ് ഒറ്റയ്ക്കാണ് ബാക്കില്. ആരെന്റെ കൂടെ ഇരിക്കണേ? വായോ വാ. ഉമ്മച്ചെടുത്തൊരാളിരുന്നോ? ഒരാളും ഉമ്മച്ചെടുത്തിരുന്നോ? ഒരു ഉമ്മച്ചിക്ക് പേടിയാവും. എല്ലാരും ബെൽറ്റ് ഇട്ടോളൂട്ടാ. ഈ എക്സ്പീരിയൻസ് ആണ്. കൊടുങ്കാറ്റൊക്കെ വരുമ്പോ ഇവിടെ ആകെ മഴ, കൊടുങ്കാറ്റ്, അതൊന്നും പറയണ്ട. ഓക്കെ അല്ലേ? ഉമ്മച്ചിനൊക്കെ MGRന്റെ ഭാര്യ ഇരിക്കണ പോലെ. ഓക്കെ, സ്മര കോളിട്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മൂട്? സിനിമ എങ്ങനെയുണ്ടായിരുന്നേ? അടിപൊളി. പറഞ്ഞോ. ഓക്കെ, തിരിക്കില്ലേ നീ? ആക്സിഡന്റ് നിന്റെ അല്ലാട്ടാ. അപ്പോൾ അമ്മ ഓണാക്കി തരും. 3 പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് വരും. ഇത് മെല്ലെ 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 ഫുള്ള് തിരിക്കണ്ട, മെല്ലെ. തിരി മെല്ലെ പാപ്പ, മെല്ലെ മെല്ലെ മെല്ലെ. മെല്ലെ മെല്ലെ. അങ്ങോട്ട് പോക്കട്ടെ. മെല്ലെ തിരിച്ചു കൊടുത്താൽ മതി. പിടികള് ഉമ്മച്ചിക്ക് പ്രാന്താണ്. മെല്ലെ മെല്ലെ. ഉമ്മച്ചിക്ക് പ്രാന്താണ്. ഉമ്മച്ചി എക്സ്ട്രാ കൊടുക്കണ്ട. നേഴ്സ് കാലെടുത്തോ. ഇതെന്താ ഇതില്
ഇതിന് നമുക്ക് ഇത് കളിച്ചിട്ട് കിട്ടിയല്ലേ, ഈ കളിച്ച് കിട്ടിയതിന് നമുക്കൊരു സമ്മാനം കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ആ ചേച്ചിയോട് പോയി ചോദിച്ചത് എന്താന്ന് ചോദിച്ചു ഒന്ന് ചോദിച്ചു ചേച്ചിയോട്. നമുക്ക് പിന്നെ വരുമ്പോ പിന്നെ കോയിൻസ് മേടിക്കാനുള്ള ഫ്യൂച്ചർ കുറെ കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ടോയ്സ് ഉണ്ടാവും. 2000 ടോയ്സ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് കോയിൻസ് ഉണ്ടെങ്കിൽ ടോയ്സ് ഇല്ലെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം. മനസ്സിലായപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കളിച്ചിട്ട് സാധനം കിട്ടിയില്ലേ, സ്റ്റിക്കർ കിട്ടിയില്ലേ? ഈ സ്റ്റിക്കറിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമുക്ക് നമ്മുടെ കാർഡിൽ അത് റീചാർജ് ആവും. റീചാർജ് കളിക്കാൻ പറ്റില്ല, പകരം നിങ്ങൾക്ക് ആ പോയിന്റിന് പകരം അവിടെ ഇഷ്ടമുള്ള ഒരു ടോയ്സ് കിട്ടും. അതിനുള്ള ഏത് ടോയ്സും കിട്ടാനുള്ള അല്ലേ പോയിന്റിനനുസരിച്ചിട്ട്. അപ്പൊ ചെന്ന് നോക്കിയാ അത് കഴിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ബോർഡ്, സ്കെച്ചിങ് ബോർഡാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ. ഒന്ന് കാണിച്ചു കൊടുത്തേ, ആ മാമാക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ഫൺ ഫോറം ഗെയിം സെന്ററിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 2025 രാജ്യാന്തര അവാർഡ് നേടിയെടുത്ത ഒരു ഗെയിം സെന്ററും കൂടിയിട്ടാണ് ഇത്. ഫൺ വെണ്ടറിനെ എടപ്പാളിൽ കൂടാതെ മഞ്ചേരി, വടകര, ഒറ്റപ്പാലം, തൃശൂർ എന്നിവിടങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന കിടുക്കാച്ചി ഗെയിം സെന്ററുകളുണ്ട് കേട്ടോ. ഇനി ഫൺ ഫോറത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ ഇവിടെ അതിവിശാലമായ ഫുഡ് കോർട്ടുകളുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മൗസി, ചിക്കീസ് എല്ലാം ഈ ഒരു കുടക്കീഴിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്ന മസാല ദോശയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഭാവനയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഭാവന പറ്റാത്തവർക്ക്, വെജിറ്റബിൾ പറ്റാത്തവർക്ക് നോൺ വെജ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗെയിമിൻ്റെ ഇടയിലേക്ക് കുറച്ച് തണുപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഗെയിം സെൻറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ നെസ്റ്റോ ഉണ്ട് കേട്ടോ. നെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28,000 സ്ക്വയർ ഫീറ്റ് പരന്നങ്ങനെ കിടക്കെ നിരവധി ഒട്ടനവധി ഓഫറുകൾ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മാസത്തിലും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ റംസാനും പെരുന്നാളും വിഷുവും പ്രമാണിച്ച് നെസ്റ്റോ വളരെ 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 ഓഫറുകൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വഴി പോകുന്നവർ നെസ്റ്റോയിലേക്ക് ഒന്ന് കയറണം. ഇനി കുട്ടികൾക്കുള്ള ഡ്രസ്സ് മുതൽ വലിയവർക്കുള്ള ഡ്രസ്സിന് ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഈസി വേ ഉണ്ട്. നമ്മളെല്ലാം ഒരിക്കലെങ്കിലും ഇവിടെ വരിക, ഫോറം മാൾ സന്ദർശിക്കുക, ഫൺ ഫോറത്തിൻ്റെ ഗെയിം സെൻറ്റർ സന്ദർശിക്കുക. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈദ്, റമദാൻ, വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പുന്നക്കാരൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു.